ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 113 സങ്കീർത്തനം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അനേക നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു രാജാവ് തൻ്റെ പുരോഹിതനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരം നൽകുന്നതിനായി പുരോഹിതൻ കുറച്ചു നാളത്തെ അവധി ചോദിച്ചു. രാജാവ് 1 മാസം അനുവദിച്ചു. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് തൃപ്തികരമായ ഉത്തരം കണ്ടെത്തുവാൻ കഴിയാതെ പുരോഹിതൻ വിഷമിച്ചു. ആ പുരോഹിതൻ്റെ ജ്ഞാനിയായ മകൻ പിതാവിൻ്റെ ദുഃഖം കണ്ട് വിവരങ്ങൾ അന്വേഷിക്കുകയും ഉത്തരങ്ങൾ നൽകുവാൻ കൊട്ടാരത്തിലേക്ക് തന്നെ കൊണ്ടുപോകുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നിശ്ചിത ദിവസം പുരോഹിതൻ മകനുമായി കൊട്ടാരത്തിൽ എത്തി. രാജാവിന് ഉത്തരങ്ങൾ തൻ്റെ മകൻ നൽകുമെന്ന് ബോധിപ്പിച്ചു. രാജാവ് മകനോട് 1-ാമത്തെ ചോദ്യം ചോദിച്ചു. ദൈവത്തെ എങ്ങനെ കാണുവാൻ കഴിയും? അവൻ പറഞ്ഞു, ഞാൻ അങ്ങയുടെ അതിഥിയായി വന്നിട്ട് കുടിപ്പാൻ അല്പം വെള്ളം പോലും തന്നില്ലല്ലോ. രാജാവ് 1 കപ്പ് പാൽ അവന് കൊടുക്കുവാൻ കൽപ്പിച്ചു. അവൻ ആ പാലിൽ വിരലിട്ട് നോക്കിയിട്ട് ചോദിച്ചു, ഇതിൽ വെണ്ണ എവിടെ? രാജാവ് പറഞ്ഞു, അതിലെ വെണ്ണ കാണണമെങ്കിൽ അത് തൈരാക്കി കടയണം. ബാലൻ പറഞ്ഞു, ദൈവവും അങ്ങനെയാണ്. ഈ പ്രപഞ്ചത്തിൽ ദൈവമുണ്ട്. കാണണമെങ്കിൽ അങ്ങ് ധ്യാനനിരതനാവണം. അവൻ്റെ ഉത്തരത്തിൽ സംതൃപ്തനായ രാജാവ് 2-ാമത്തെ ചോദ്യം ചോദിച്ചു. ദൈവം എവിടേക്കാണ് നോക്കുന്നത്? അവൻ ഒരു വിളക്ക് ആവശ്യപ്പെട്ടു. അത് ജ്വലിപ്പിച്ചിട്ട് അവൻ ചോദിച്ചു, ഈ ദീപം എവിടേക്കാണ് നോക്കുന്നത്? രാജാവ് പറഞ്ഞു, എല്ലായിടത്തേക്കും. അവൻ പറഞ്ഞു, ദൈവവും അതുപോലെയാണ്. അപ്പോൾ രാജാവ് 3-ാമത്തെ ചോദ്യം ചോദിച്ചു. ദൈവം എന്താണ് ചെയ്യുന്നത്? അവൻ ചോദിച്ചു. ചോദ്യം ചോദിക്കുന്ന ആളോ ഉത്തരം നൽകുന്ന ആളോ ആരാണ് ഉന്നതൻ? രാജാവ് പറഞ്ഞു, ഉത്തരം നൽകുന്നയാൾ. അപ്പോൾ ആരാണ് പീഠത്തിൽ ഇരിക്കേണ്ടത്? അവനിൽ സംതൃപ്തനായ രാജാവ് അവനെ സിംഹാസനത്തിൽ ഇരുത്തിയിട്ട് താഴെ ഇറങ്ങിയിരുന്നു. അവൻ പറഞ്ഞു, ഇതാണ് ദൈവം ചെയ്യുന്നത്. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് ഇറക്കുകയും എളിയവരെ അവിടെ ഇരുത്തുകയും ചെയ്യുന്നു. അവന് സമ്മാനങ്ങൾ നൽകി രാജാവ് യാത്രയച്ചു. ദൈവത്തിൻ്റെ അസ്തിത്വത്തെ സംശയിക്കുന്ന ധാരാളം ആളുകൾ ലോകത്തിലുണ്ട്. പക്ഷേ അതുകൊണ്ട് ദൈവം ഇല്ലാതെ വരില്ല. പിതാവിനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാൾ തനിക്ക് പിതാവില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾക്ക് പിതാവില്ല എന്ന് വരുമോ? ദൈവം ഈ ലോകത്തിൽ എപ്പോഴും പ്രവർത്തന നിരതനാണ്. എന്നാൽ ആത്മാവായ ദൈവത്തെ ജഡികമായ കണ്ണുകൾ കൊണ്ട് കാണുവാൻ നമുക്ക് കഴിയില്ല. അത് സാധിക്കുന്നതിന് ഒരു ആത്മീയ ജീവിതം അനിവാര്യമാണ്. ആത്മീയ ജീവിതം എന്നത് ലോകത്തിൽ നിന്നും വേർപെട്ട ജീവിതം എന്നല്ല, ദൈവഹിതപ്രകാരമുള്ള ജീവിതം എന്നാണ്. ഈ ലോകത്തെ ദൈവിക കണ്ണുകളോട് ദർശിക്കുവാനും ദൈവികമായ വിധം ഇവിടെ പ്രവർത്തിക്കുവാനും കഴിയുന്ന ഒരനുഭവം, അതാണ് ആത്മീക ജീവിതം. ദൈവിക ഭാവങ്ങളിൽ നിന്ന് അകന്ന് ഭൗതിക കാര്യങ്ങളിൽ മാത്രം തൽപരരായി കോപവും വാശിയും പകയും പ്രതികാര വാഞ്ചയും നിറഞ്ഞവരായി ജീവിക്കുന്നവർക്ക് ദൈവിക ദർശനം അസാധ്യമാണ്. ദൈവവചന ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും അവസരങ്ങൾ കണ്ടെത്തുന്നതിലൂടെ ഒരു വ്യത്യസ്ത ജീവിതാനുഭവമുള്ളവരായി തീരുന്നതിനും ദൈവിക ദർശനം ഉള്ളവരായി ജീവിക്കുവാനും ആർക്കും സാധ്യമാകും. അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, തിരക്കിട്ട ഈ ലോകത്തിൽ അങ്ങയെ കാണുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. അങ്ങയെ ദർശിച്ചുകൊണ്ട് ഈ പകൽക്കാലം സന്തോഷത്തോടും അനുഗ്രഹത്തോടും ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.